അധികം ഭരിക്കാൻ വരല്ലേ നന്ദനെ. എന്റെ അടുത്ത് ചേട്ടത്തിയമ്മ ചമയാൻ വരണ്ട. യതിയേട്ട സ്ഥലത്തുള്ളപ്പോ ഇത്രയും യാത്രകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നിഷ്ടത്തിന് കറങ്ങാൻ പോകണമെന്നല്ലേ ഉദ്ദേശിച്ചത്. ആണെങ്കിൽ അതേന്ന് വിചാരിക്കും. അതെന്റെ മിടുക്ക. നന്ദനയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കൊറേ കറങ്ങിയതല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്. ചേച്ചി പറയൂ. ആഹാ, അങ്ങനെ ഇപ്പൊ കേട്ട് സൂഹിക്കണ്ട. ഡോക്ടർ സന്ധ്യയെ കാണാൻ പോയതാണോ? എന്താ എന്താ ചോദിച്ചേ? ഡോക്ടർ സന്ധ്യയെ കണ്ടിരുന്നോ? ഡോക്ടർ സന്ധ്യയോ? അതാരാ? അങ്ങനെ ഒരാളുണ്ട്, നമ്മുടെ CI സജികുമാറിന്റെ ഭാര്യ. ഓ, അയാളുടെ ഭാര്യ ഒരു ഡോക്ടറാന്ന് കേട്ടിട്ടുണ്ട്. സന്ധ്യ എന്നാണോ പേര്? അല്ല, ഞാനെന്തിനാ അവരെ കാണാൻ പോകുന്നത്? നന്ദന ചോദിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ഒരാൾ ഡോക്ടറെ കാണാൻ ചെന്നത്രേ. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ലക്ഷണങ്ങൾ പറഞ്ഞു കേട്ട് കാർത്തികേശിയാണെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനെങ്ങോ അല്ലേ, ഡോക്ടറെ കാണേണ്ട യാതൊരു അസുഖവും എനിക്കില്ല. അല്ലെങ്കിലും നന്ദനയുടെ കെയർ ഓഫ് എന്ന് എനിക്ക് കള്ളം പറയണോ? എനിക്കൊരു അഡ്രസ് ഉണ്ട്. കാണാൻ കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും പാർട്ടിയായിരിക്കും. ആയിരിക്കും. ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നല്ലത് ഞാനല്ല. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഓം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മനീഷേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ മുറിക്കുള്ളിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. ഇത് കേട്ടോമേ, എന്നെ മുറിക്കകത്ത് കേട്ടില്ലാന്ന്. കാരണം എന്തെന്ന് പറ. ഇനി കുടിച്ചിട്ട് വരില്ലെന്ന് സത്യം ചെയ്തല്ലേ? എപ്പോ? പലതവണ. ഞാനൊന്നും ഓർക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അമ്മേ? അല്ല, അമ്മ എന്തോന്നും മിണ്ടാത്തെ? ഞാൻ മിണ്ടിയാലേ കൂടിപ്പോ. എന്നെ പിന്നെ രാവിലെ മിണ്ട. അത്താഴം വിളമ്പമ്മേ. അത് കഴിക്കാൻ എനിക്ക് അകത്തോട്ട് കയറാലോ. എന്നും അത്താഴം വെച്ചിട്ട് നിനക്കുള്ള പങ്ക് പിറ്റേന്ന് എടുത്ത് കളയും. ഇന്നിവിടെ അത്താഴം ഇല്ല. അമ്മേ അമ്മേ അമ്മേ, കഥ ഓർക്കമ്മേ, വിശക്കുന്ന്. ഇപ്പൊ മനസ്സിലായി. വളഞ്ഞിട്ടുള്ള ആക്രമണമാണല്ലേ. ഞാൻ റെഡി. പക്ഷേ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അതെന്താന്ന് എനിക്കറിയണം. അല്ലെങ്കിലേ വിവരാവകാശ കമ്മീഷനെ സമീപിക്കും. അത് ഒഴിവാക്കുന്നതാണ് ലയലയ്ക്ക് നല്ലത്. അതെ, തുടർന്നുള്ള ചർച്ച വീടിനകത്ത് വെച്ചാവാം. വേണ്ട, ഇന്ന് മനീഷേട്ടൻ ഇതിനകത്ത് കേറില്ല. ഇന്ന് മാത്രമല്ല, ഇനി കുടിച്ചിട്ട് വന്ന ഈ വീടിനകത്ത് കേറാന്ന് വിചാരിക്കണ്ട. ദൈവ സത്യമായിട്ട് ഇന്ന് ഞാൻ കുടിക്കില്ല. ഇത് മനീഷിന്റെ വാക്കാ. ആ വാക്കിന് വല്ല വിലയുണ്ടോ? ഇന്നിനി കുടിക്കില്ല പോലും. ഇനി എവിടെ ചെല്ലാനാ? മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. എനിക്കൊന്ന് കിടക്കണം. നീ മാറിക്കേ. പൊയ്ക്കോടുന്നു. എന്തിനാ ഗുണ്ടായിസാണോ? എടി, എന്റെ വീടാ. എന്ത് പറഞ്ഞാലും
കള്ളു കുടിച്ചിട്ട് മനീഷേട്ടൻ ഇതിനകത്ത് കേറണ്ട. ആ. ദേ, ദേ, ഇതിന് നീ അനുഭവിക്കും. ആ. അയ്യോ, അനുഭവിക്കും പോലും. ഇതിൽ കുള്ളിനെ എന്ത് അനുഭവിക്കാനാ? ഞാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. ദേ, ലൈലേ. ഒന്ന് പോടുന്നു. ദേ, ഇത് വാതിൽ തുറക്കാൻ. ലൈലേ, ഇത് വാതിൽ തുറക്കാൻ. എടീ, നിന്റെ അച്ഛനാ പറഞ്ഞ കാത്തി താഴെ കഥ തുറക്കണേ. അമ്മേ അവിടെയില്ല. ലൈലേ, ദേ. കാണിച്ചിട്ടുണ്ട്. അപ്പൊ പെമ്പിളെ ഒരുമയാ തുറക്കില്ല. ഗേറ്റ് അടച്ചോന്ന് സംശയമുണ്ട്. ഞാൻ നോക്കിട്ട് വരാം. അല്ല, ഗേറ്റ് അടയ്ക്കാൻ പോയ ആളവിടെ. എന്താ അവിടെ നിൽക്കുന്നത്? ആരാ? അതാരാന്ന്? എന്താ? ആരോ ഒരാള്. എവിടെ? അവിടെ മരത്തിനടുത്ത്. ആ ടോർച്ച് കിടക്ക്. അയാൾ ഓടി പുറത്തു പോയി. എങ്കിലും നോക്കാം. വേണ്ട, ആ റോഡിൽ ഇറങ്ങി സ്ഥലം വിട്ട് കാണും. താൻ ശരിക്കും കണ്ടോ? ആളിനെ വ്യക്തമായില്ല. ഇങ്ങ കേറി പോര്, ഇവിടെ നിൽക്കണ്ട. അല്ല, ഒരാളെ തന്നെയാണോ കണ്ടത്? അയാൾ ഇരുട്ടിൽ പതുങ്ങി നിൽക്കായിരുന്നു. ഈ സമയത്ത് ആരാത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സജീവ് ജയിലിൽ തന്നെയാണോ? അയാളാണോ താൻ കണ്ടത്? ആണെന്ന് തോന്നില്ല. എന്നാലും എനിക്കൊന്നും അറിയില്ല. ഉദയ, വൈകിട്ട് ഇറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചാണ്. മഴ പെയ്തുകൊണ്ട് മടിച്ചു. സജി വരേണ്ടതായിരുന്നു. എന്താ വിശേഷിച്ച്? പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവേണ്ട
ഒരു സംഭവം ഇപ്പോൾ നടന്നു. എന്താ ഉദയ? ആരോ ഒരാൾ മുറ്റത്ത് പതുങ്ങി വന്നു. ആരാണെന്ന് കണ്ടില്ലേ? വ്യക്തമായില്ല, ഓടിക്കളഞ്ഞു. മഴക്കാലം തുടങ്ങിയതോടുകൂടി കള്ളന്മാരുടെ ശല്യം കൂടിയിട്ടുണ്ട്. ദിവസവും പരാതികൾ വരുന്നുണ്ട്. എപ്പോഴാണ് കണ്ടത്? ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. മോഷണമാണ് ഉദ്ദേശമെങ്കിൽ ഈ സമയത്ത് വരേണ്ട കാര്യമില്ല. ആളുകൾ ശരിക്കും ഉറക്കം പിടിച്ചു കഴിഞ്ഞാണ് കള്ളന്മാർ ഇറങ്ങുക. അർദ്ധരാത്രി കഴിഞ്ഞ് ശരിക്കും പുലർച്ചയുടെ അടുത്തേ ഇറങ്ങാറുള്ളൂ. സ്റ്റേഷൻ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം. പെട്രോളിംഗ് ടീം ആ വഴി വരാൻ. ഓ, ഇനി വന്നിട്ടെന്താ? അയാൾ പോയില്ലേ? ഉദയനൊന്ന് ശ്രദ്ധിക്കണം. അല്ല, ആ സജീവിന്റെ അവസ്ഥ എന്താ? ആ, നിങ്ങളുടെ ഓഫീസിൽ മാനേജരാകുന്ന സജീവ് രാമന്റെ കാര്യമല്ലേ? ആ അതെ. അയാളിപ്പോ എവിടെ ഉണ്ട്? സബ് ജയിലില്. കേസിന്റെ വിചാരണ കഴിഞ്ഞിട്ടില്ല. ഈ മാസം അവസാനത്തോടു കൂടി പൂർത്തിയാവുമെന്ന് തോന്നുന്നു. പിന്നെ ശിക്ഷ വിധിക്കും. സബ് ജയിലില്ല. എന്താ ഉദയ സജീവിന്റെ കാര്യം ചോദിച്ചേ? അയാള് ജയിലിൽ ചാടി വന്നോന്ന് സംശയം തോന്നിയിട്ടാണോ? ഏയ്, എന്താണ് പ്രസന്റ് കണ്ടീഷൻ എന്ന് അറിയാന്ന് വിചാരിച്ചു. ഉദയനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ അവനെ പറ്റി ഇടയ്ക്കിടെ അന്വേഷിക്കുന്നുണ്ട്. ജയിലിൽ ആള് വളരെ സൈലന്റാ. ആരോടും അധികം സംസാരവും ഇല്ല. മാനസാന്തരപ്പെട്ടാണോന്നും അറിയില്ല. എന്തായാലും ഉദയനൊന്ന് ശ്രദ്ധിച്ചോളൂ. പകൽ സമയത്തായാലും വീടിന്റെ വാതിലുകൾ തുറന്നിടരുതെന്ന് നന്ദനോടും കാർത്തികയോടും പറയണം. ഏതായാലും നാളെ ഒരു കംപ്ലൈന്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊടുക്കുക. മറക്കണ്ട. ഓക്കെ? ശരി സജി. എങ്കിൽ ആയിക്കോട്ടെ ഉദയ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. സജീവ് ജയിൽ തന്നെയാ. വാ വാ. മനീഷിന് ചായ കൊടുക്കുന്നില്ലേ? വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഇതുവരെ എഴുന്നേറ്റില്ലെങ്കിൽ അവനെ വിളിച്ചുണർത്ത്. ഉച്ചവരെ കിടന്നുറങ്ങാൻ സമ്മതിക്കണ്ട. വിളിച്ച് ഇപ്പോഴെങ്ങനെ എണീക്കും അമ്മേ? വെറുതെ വാശി എടുത്തിട്ട് ഒരു കാര്യമില്ല ലൈലേ. നീ കർശനമായിട്ട് നിന്ന് ഈ വാശി കൊണ്ട് അവനെ തോൽപ്പിക്കണം. അതിനാണെങ്കിൽ ഞാനും കൂടെയുണ്ട്. അതെങ്ങനെയാ? അവൻ ഉണർന്ന് 2 പഞ്ചാര വാക്ക് പറയുമ്പോ നിന്റെ മനസ്സലിയും. ഇന്നലത്തെ ബാക്കിയാവും. ഇനി അങ്ങനെ ഉണ്ടാവില്ല. രാത്രി പിന്നെ അവൻ എപ്പം മുറി വന്ന് കിടന്നു? മുറിയിലേക്ക് വന്നില്ല. ഞാൻ വാതിൽ തുറന്ന് കൊടുത്തുമില്ല. പിന്നെ അവൻ എവിടെ പോയി? അറിഞ്ഞൂടാ. ഇതുവരെ വന്നില്ല എന്നാണോ ലൈലി പറയുന്നേ? വെളിയിൽ പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. വെളിയിലോ? ആ, അവിടെ കിടക്കട്ടെ. മനീഷേ, എടാ പോത്തെ, എഴുന്നേക്കടാ. നിന്നോട് എഴുന്നേൽക്കാനാ പറഞ്ഞേ. മനീഷേ, മനീഷേ. ഓ, മോശം.
ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. അയ്യോ, ഞാൻ വെള്ളത്തിൽ പോയേ, മുങ്ങിപ്പോയേ, കടലിൽ പോയേ അമ്മേ. എഴുന്നേക്കണം മര്യാദക്ക്. എന്തോന്ന് അമ്മ ഇത്? നാണോ ഇല്ലേ നിനക്ക്? ഉച്ചയായിട്ടും പോത്തുപോലെ കിടന്ന് ഉറങ്ങുക. ഞാൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നതിന് നിങ്ങൾക്കൊക്കെ എന്താ? ഒന്നും മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതേ എന്റെ വീടാ, അങ്ങനെ തോന്നുന്ന പോലെ എവിടെയും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? അമ്മയുടെ മാത്രം വീടാണെങ്കിലേ തന്നെത്താൻ ഇവിടെ അങ്ങ് താമസിച്ചോ, ഞങ്ങൾ മാറിത്തരാം. ഡേ വാടി. ലൈലേ, കൊണ്ടുപോകാൻ എന്താന്ന് വെച്ചാ എല്ലാം എടുത്തോ, ഇപ്പൊ തന്നെ പോയേക്കാം. ഡേ ഞങ്ങൾ പോവാന്ന്. എവിടെന്ന് വെച്ചാ ചെല്ല്. ആഹാ, എന്നോടാ കളി. ലൈലേ, ഡി ലൈലേ, നീ എന്താടി പോസ്റ്റ് അടിക്കുന്നേ? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? കേൾക്കാൻ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും നിക്കുന്നേ? വാ. എങ്ങോട്ട്? എടി എങ്ങോട്ടെങ്കിലും. ഈ ഭൂമിയിലെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നീ വാ. ഞാനില്ല. ഇല്ലേ? എടി ലൈല, ഞാനാ വിളിക്കുന്നേ, നിന്റെ മനീഷേട്ടൻ. അതുകൊണ്ടാ ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. എന്ത് വിശ്വസിച്ച ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നേ? ഉത്തരവാദിത്തമുണ്ടോ നിങ്ങൾക്ക്? സന്ധ്യയാവുമ്പോ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി എടുത്തിട്ട് കുടിക്കാൻ പോലും എന്റെ എത്ര ഉറപ്പ്? ഡാ കേക്കടാ കേക്ക്. ഇതുവരെ ഇവൾക്കെങ്കിലും നിന്നെ വിശ്വാസമായിരുന്നു, ഇപ്പൊ അതുമില്ല. ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ആ വിശ്വാസം ഇല്ലാതാക്കിയതേ അമ്മയാ. ഓ പിന്നെ കള്ളു കുടിച്ചിട്ട് 4 കാലം കയറി വരുന്നത് ഞാനല്ലേ? ഞാൻ മനപ്രയാസം മാറ്റാൻ വല്ലപ്പോഴും ഒന്ന് സ്മോൾ അടിക്കുന്നത് അത്ര വലിയ മഹാപാപമൊന്നുമല്ല. അതിനെ തലവഴി വെള്ളം കൊഴിക്കേണ്ട കാര്യം എന്താ? തലയിൽ വെള്ളം ഒഴിക്കല്ല വേണ്ടത്, തലക്കിട്ട് അടി തരിക വേണ്ടത്. അതും ചെയ്യും നിങ്ങള്. അതിനുമുമ്പ് അങ്ങ് പോയേക്കാം. ലൈലേ, ദേ ഒരൊറ്റ തവണ കൂടി ഞാൻ പറയാ, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? വാടി. ഞാനില്ലെന്ന് പറഞ്ഞല്ലോ. ഇല്ലേ? ഞാൻ വിളിച്ച ലൈല വരില്ല? ഇല്ല. വേണ്ട. നീ അമ്മായിമ്മയുടെ കൂടെ ഇവിടെ അങ്ങ് കെട്ടിപ്പിടിച്ച് താമസിച്ചോടി. നാളെ ഇതായിരിക്കും നിന്റെ അനുഭവം. എടി പച്ചവെള്ളം അല്ല, തിളപ്പിച്ച വെള്ളമായിരിക്കും നിന്റെ തല ഒഴിക്കാൻ പോകുന്നത്. അനുഭവിക്കടി. ദേ ഞാൻ പോവാ, ഈ നാട് വിട്ട് പോവാടി. മനീഷ തീരുമാനിച്ചതാ, എന്നെയാ കളി പഠിപ്പിക്കുന്നേ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. വാശി എങ്കിൽ വാശി. ഞാൻ പോയി കഴിയുമ്പോൾ മനസ്സിലാവും എന്റെ വില എന്താണെന്ന്. എന്നെ ഒരു നോക്ക് കാണാൻ നിങ്ങൾ കൊതിക്കും. നീയും കൊതിക്കൂടി. പോവാ ഞാൻ. നിന്ന് ചിലക്കാടെ പോടാ. പോവാ. അല്ല പിന്നെ. അവനിനി ഇറങ്ങി പോയിക്കളയോ? അറിഞ്ഞൂടാ, എന്തെങ്കിലും ചെയ്യട്ടെ. എന്താ നോക്കുന്നേ? വണ്ടിക്കുള്ളിക്ക് കാശില്ലാതെ എങ്ങനെ പോകുന്നേ? അതിനുള്ള കാശിങ്ങതാ. ആ സെക്കൻഡ് ഞാൻ ഇറങ്ങിയേക്കാം.